തെറ്റെന്നൊക്കെ പറയുന്നതിനപ്പുറം ഇത് വൃത്തികേടാണ് പറഞ്ഞു വെച്ചത്. ആ വൃത്തികേടിനെ ന്യായീകരിക്കാൻ ഇപ്പോൾ ലാല് പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധിയെ കൂട്ടുപിടിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയവും ജീവിതവും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത കാഴ്ചപ്പാടുകളിൽ പിശക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയതുമൊക്കെ വെച്ചിട്ട് വേണുവിനെ പോലെ ഒരു 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 രാഷ്ട്രീയ പ്രവർത്തകനോ രാഷ്ട്രീയ നേതാവോ എത്ര മോശമായിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നതിൻ്റെ ഒരു ലക്ഷണമല്ലേ ഇത്? മഹാത്മാഗാന്ധിയെ കൂട്ടുപിടിച്ച് ഹരിഹരനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക, അതിൽപരം ഒരു പെശകും തെറ്റും വേറെന്താണുള്ളത്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേതാക്കളെല്ലാവരും ഇപ്പോൾ ലാല് പറഞ്ഞതുപോലെ ആ പ്രശ്നം കേൾക്കുമ്പോഴേ ഇത് മോശമാണ് എന്ന് പറയാനോ തിരിച്ചറിയാനോ തിരിച്ചറിവുണ്ടായിട്ടും അത് ചിരിച്ച് അതിനോടൊപ്പം ചേർന്ന് നിന്ന നേതാക്കളും വലിയ തോതിൽ വിമർശന വിധേയമായി നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്, നമ്മുടെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് വേണുവിനെ പോലെ ഒരാൾ ഈ വിധം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ശ്രീ ശരത്ത്, വേണുവിനെ ന്യായീകരിച്ചായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ ഈ വിഷയം ഇന്നലെ അദ്ദേഹം മാപ്പ് പറഞ്ഞതോടെ അത് അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ CPM-ൻ്റെ ഒരു ലൈനാണ് വടകര രാഷ്ട്രീയം കത്തിച്ച് നിർത്തുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് CPM അവരുടെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ വടകര അവർക്ക് പറ്റിയ മണ്ടത്തരവും അവരുടെ നയത്തിന് പറ്റിയ പാളിച്ചയൊക്കെ ഭാവിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു അവസരം വരുമെന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ വടകരയിലെ മൊത്തം രാഷ്ട്രീയമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വടകര കണ്ട രാഷ്ട്രീയമാണ്. അവിടെ RMP നേതാവ് ശ്രീ ഹരിഹരൻ വളരെ സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തിയാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് കണ്ടതാണ് കേരളം. അദ്ദേഹം CPM-ൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ ന്യൂസ് റൈറ്റർ ആയിരുന്നു. അല്ല, ഞാൻ പറയട്ടെ അദ്ദേഹം CPM-ൻ്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ ന്യൂസ് എഡിറ്റർ ആയിരുന്നു. തീർച്ചയായിട്ടും ഒരു പത്രത്തിന്റെ പത്രാധിപരായിരിക്കുന്ന ഒരാൾക്ക് എന്തായാലും സംസ്കാരം ഇല്ലാതിരിക്കില്ലല്ലോ. പത്രാധിപരാണോ? പക്ഷേ അദ്ദേഹത്തിന്റെ പത്രാധിപരായി ഇരിക്കുന്ന ഒരാൾ അങ്ങനെ പത്രാധിപരായി ആ പത്രത്തിൽ ഇരിപ്പുണ്ടോ താങ്കൾ പറഞ്ഞതുപോലെ? ഞാൻ ഇപ്പോഴല്ലല്ലോ പറഞ്ഞേ, മുന്നെന്നല്ലേ പറഞ്ഞേ. അത് കഴിഞ്ഞ് പറഞ്ഞു വന്നപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. മുന്നെന്ന് പറഞ്ഞു തുടങ്ങിയ ശേഷം പിന്നീട് വന്ന ഭാഗത്തതുണ്ട്. അങ്ങനെ പോലും പറയാൻ കഴിയില്ല ഹരിഹരൻ്റെ കാര്യത്തിൽ. ആ നിലയിൽ നിൽക്കുകയാണ് അയാളിപ്പോൾ. പറഞ്ഞോളൂ ശരത്തെ, ഞാനെന്താ പറയട്ടെ. അതായത് ദേശാഭിമാനിയുടെ മുൻ എന്നുള്ളത് നിങ്ങളുടെ സാങ്കേതിക പ്രശ്നം കൊണ്ട് കേൾക്കാതിരുന്നാവും. മുൻ ന്യൂസ് എഡിറ്റർ എന്നാണ് ഞാൻ പറഞ്ഞത്. RMP നേതാവിനെ ഇപ്പോഴത്തെ ദേശാഭിമാനിയുടെ ന്യൂസ് എഡിറ്ററാണെന്ന് ഞാൻ പറയുമോ? അപ്പോൾ അദ്ദേഹം ഒരു സംസ്കാര ശൂന്യനായ പത്രപ്രവർത്തകനായിരുന്നില്ല അക്കാലത്ത് നിന്ന് നമുക്ക് ആലോചിക്കാം. അദ്ദേഹം മിനിഞ്ഞാന്ന് നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ തെറ്റാണ്. അതിന് അദ്ദേഹം മാപ്പ് പറഞ്ഞു. തെറ്റിനൊരു രാഷ്ട്രീയ മാനമുണ്ട്, തെറ്റ് തിരുത്താം. ഇത് തെറ്റാണോ വൃത്തികേടാണോ? ഞാൻ പറയട്ടെ ആവേശം കൊള്ളല്ലേ, ഞാൻ പറയട്ടെ. ആവേശമല്ലെന്നേ, ആവേശം കൊള്ളേണ്ട വിഷയങ്ങൾ വേറെ ഉണ്ട്. ഇതിലെന്താ ആവേശം കൊള്ളാൻ? സതീശന്റെ പ്രസ്താവന ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ ശരത്തെ, ശരത്തിന്റെ ആവേശം എനിക്ക് മനസ്സിലാവുന്നു, ഞാനത് ഉൾക്കൊള്ളുന്നു. ഞാൻ പ്രകോപിതനാകില്ല, ഞാൻ വളരെ ഉൾക്കൊള്ളുന്നത്. ഹരിഹരൻ കാട്ടിയ വൃത്തികേടിനെ താങ്കൾ ഉൾക്കൊള്ളുന്നില്ല, അതിനെ നഖശിഖാന്തം എതിർക്കാൻ തയ്യാറാകുന്നില്ല. ഹരിഹരൻ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? വൃത്തികേടല്ലേ എന്നാ എന്റെ ചോദ്യം. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ സാർ? ഉണ്ട്, നന്നായി തമ്മിൽ കേൾക്കുന്നുണ്ട്. എന്റെ ചോദ്യം എന്റെ തലയിലേക്ക് വെച്ച് കേട്ടല്ലേ? അല്ല, ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഹരിഹരനെ വിമർശിക്കാൻ ഏത് വാക്ക് ഉപയോഗിക്കണം എന്നുള്ള ഞാൻ തീരുമാനിക്കാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശ്രീകുമാർ, താങ്കളെ പോലൊരു സീനിയർ ജേർണലിസ്റ്റിനോട് ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യമാണ്. തെറ്റിന് തന്നെ ഒരു അന്തസ്സുണ്ട്. പക്ഷേ ഇത് വൃത്തികേടെന്ന് പറയണ്ടേ? ശരത്ത് വികാരം കൊള്ളല്ലേ? ഞാൻ പറഞ്ഞ ചോദ്യത്തെ എന്തിനാണ് വികാരം ചുരുക്കി കെട്ടാൻ? ശരത്ത് പറഞ്ഞ ഞാൻ കേട്ടോണ്ടിരിക്കാം. അതിനെ ചുരുക്കി കെട്ടാനൊന്നും ശ്രമിക്കണ്ട. വികാരം നിങ്ങൾ വെറുതെ എന്തിനാ പിന്നെ എന്നെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാ? എൻ ശ്രീകുമാർ, സംസാരിക്കാൻ അനുവദിക്കൂ. രണ്ടുപേരിൽ തീർത്തേക്കാം. താങ്കൾ ആവർത്തിച്ച് ഹരിഹരന്റെ തെറ്റ് എന്ന് പറഞ്ഞു. എന്റെ ചോദ്യം സ്വാഭാവികമായി എനിക്ക് ചോദിക്കാനുള്ള ഒരു അവകാശം ഉണ്ടല്ലോ. ആ അവകാശത്തിൽ ഞാൻ ഹരിഹരൻ പറഞ്ഞോളൂ. അതായത് ഹരിഹരൻ പറഞ്ഞത് തെറ്റാണ്. അയാൾ അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ലായിരുന്നു, അത് സ്ത്രീ വിരുദ്ധമാണ്.
അതിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞു, അതിൽ UDF തള്ളിപ്പറഞ്ഞു, RMP തള്ളിപ്പറഞ്ഞു. ആ പ്രശ്നം അവിടെ തീർന്നില്ല എന്ന് CPM പറയുന്നു. ശരി, ഹരിഹരൻ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി നിങ്ങൾ പറയണം ഈ ചർച്ചക്കിടയ്ക്ക്. ഇനി ഹരിഹരൻ എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ പറയണം. ശരത്തോ അല്ലെങ്കിൽ ശ്രീ അനിൽകുമാറോ പറയണം. ഹരിഹരൻ എന്ത് ചെയ്താലാണ് ഈ പ്രശ്നം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് ഈ ചർച്ചക്കിടെ പറയണം. അതവിടെ നിൽക്കട്ടെ. അതാണ് ആ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ വടകര രാഷ്ട്രീയം, വടകരയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയത്തിൽ CPM പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെ CPM വിചാരിച്ചത് അവിടെ മുരളീധരനും KK ശൈലജയും തമ്മിൽ മത്സരിക്കും എന്ന തീരുമാനത്തിൽ അവിടെ KK ശൈലജ പരാജയപ്പെടുമോ ജയിക്കുമോ എന്നുള്ള ജൂൺ 4 അറിയാം. UDF നേതാക്കളെ പോലെ ഞാൻ പറയുന്നില്ല, അത് ജനങ്ങൾ എടുത്ത വിധിയാണ്. പക്ഷേ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് CPMൻ്റെ തന്ത്രങ്ങൾ പാളിപ്പോയി. അവിടെ പരാജയപ്പെട്ടു അവർ. ആ പരാജയത്തിൻ്റെ നിർഭാഗ്യവശാൽ ശൈലജ ടീച്ചർക്ക് രാഷ്ട്രീയമായി ഒരു ദോഷമുണ്ടാക്കി. വ്യക്തിപരമായി ശൈലജ ടീച്ചറെ വളരെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. ടീച്ചർക്ക് രാഷ്ട്രീയമായ ക്ഷീണം അവിടെ CPM ഉണ്ടാക്കി കൊടുത്തു. ടീച്ചർക്ക് രാഷ്ട്രീയമായ ക്ഷീണം സംഭവിക്കുന്ന വിധത്തിൽ അവിടെ CPM പ്രചാരണം നടത്തി. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ രാഷ്ട്രീയത്തെ, വടകരയിലത്തെ ആ രാഷ്ട്രീയത്തെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ അതിൽ വേറൊരു തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണ് ആ കൊണ്ടുവരുന്നത്? വടകരയിൽ ഷാഫി പറമ്പിലാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ശത്രു. ഇന്ന് DYFA നടത്തിയ പ്രസ്താവനയിൽ VD സതീശനും ഷാഫി പറമ്പിൽ വടകരയിലത്തെ സ്ഥാനാർത്ഥി മാത്രമാണ്. പക്ഷേ CPM, ഇപ്പോഴത്തെ CPM നേതൃത്വം, DYFA നേതൃത്വം ഷാഫി പറമ്പിലിനെ വല്ലാതെ ഭയക്കുന്നു എന്ന് ഈ വടകര സംഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വിലയിരുത്തുന്നു. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനോട് ഇത്ര ഭയം DYFAക്കും CPMനും? അവിടെയാണ് വിഷയം. അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. ആ സ്ഥാനാർത്ഥികളുടെ പ്രചരണ രംഗം കഴിഞ്ഞു, അവിടെ വോട്ടിംഗ് കഴിഞ്ഞു. ശേഷവും അവിടെ ഷാഫി പറമ്പിലിനെ എതിരെയാണ് CPMൻ്റെ മൈക്ക് തിരിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്തുകൊണ്ടാണ് CPMൻ്റെ വടകര രാഷ്ട്രീയം ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു തെറ്റായ അധ്യായമായി മാറുമെന്ന് ഞാൻ പറഞ്ഞത്? അതായത് വടകരയിൽ സാധാരണഗതിയിലെ വടകരയിലെ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരുടെ ഒരു നാടാണ് വടകര. ആ വടകരയിൽ ഇത്തവണ ഇടതുപക്ഷം മത്സരിക്കുമ്പോൾ അവിടെ പൂർണ്ണമായ ഇടതുപക്ഷമാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ മറ്റേ സ്ത്രീ വിരുദ്ധ വിഷയമായതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന് കർണാടകത്തിലെ രേവണ്ണ എന്ന JDS നേതാവിന്, ജനതാദൾ എസ് നേതാവിന് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ആ ജനതാദൾ എസ് നേതാവായ രേവണ്ണയുടെ പാർട്ടി കേരളത്തിൽ CPMൻ്റെ ഒപ്പം LDFലാണ്. അപ്പോൾ അതുകൊണ്ട് LDFന് ഇതിൽ വലിയ മാന്യത ഒന്നും നടിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ശരത്ത് വളരെ തുടക്കത്തിൽ സൂചിപ്പിച്ചുവല്ലോ. ഞാൻ പക്ഷേ മുൻകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ പറഞ്ഞ സ്ത്രീവിരുദ്ധ കാര്യങ്ങളൊന്നും ഇവിടെ ഓർമ്മിപ്പിക്കുന്നില്ല. ഏത് നേതാവ് പറഞ്ഞാലും, അത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പറഞ്ഞപ്പോഴും തെറ്റാണെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് ഏത് നേതാവ് സ്ത്രീവിരുദ്ധ വിഷയം നടത്തിയാലും ഞാൻ എതിർക്കും, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഒരു മിനിറ്റ് CPM നേതാക്കൾ അന്ന് പറഞ്ഞിട്ട് താങ്കൾ പറഞ്ഞു വന്നു മനസ്സിലായി. ശ്രീ അനിൽകുമാർ അത് കേട്ടിരിപ്പുമുണ്ട്. ഒരൊറ്റ കാര്യം പറഞ്ഞു നിർത്താം. പറയൂ. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു നിർത്താം. CPMൻ്റെ നേതാക്കൾ, മുൻകാലത്തെ CPMൻ്റെ പ്രമുഖരായ 2 നേതാക്കൾ നടത്തിയ സ്ത്രീവിരുദ്ധ പ്രസംഗത്തിൽ ഒരു മാപ്പോ ഒരു ഖേദപ്രകടനമോ നടത്തിയിട്ടില്ല എന്ന് UDF പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് കൂടി ഉത്തരം പറയണം.